മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ അനുമോൾക്ക് ഇപ്പോൾ പുറത്തു മാത്രമല്ല വീടിനുള്ളിലും സപ്പോർട്ടൊക്കെ കൂടി വരികയാണ്. ഒറ്റപ്പെട്ടിരുന്ന അനുമോളുടെ ചുറ്റും ഇപ്പോൾ വന്നിരിക്കാനും സംസാരിക്കാനൊക്കെ ആളുകളായി. എനിക്ക് തോന്നുന്നു അപ്പോൾ തള്ളിപ്പറഞ്ഞവരൊക്കെ തന്നെയാണ് ഇപ്പോൾ കൂട്ടുകൂടി വന്നിരിക്കുന്നതും. ഇതിൻ്റെ ക്രെഡിറ്റ് വൈൽഡ് കാർഡുകൾക്കാണ് കേട്ടോ. അവർ വന്നപ്പോഴാണ് നമ്മുടെ അനുമോൾ കുറിച്ച് സപ്പോർട്ട് കൂടിയത്. കാരണം പുറത്ത് അനുമോൾക്കുള്ള സപ്പോർട്ടിനെ കുറിച്ച് ചെറിയ രീതിയിൽ ഹിൻഡ് കിട്ടിയതുകൊണ്ടാവാം. എന്തായാലും ഇന്നലെ രാത്രി നമ്മുടെ നെവിൻ അനുമോളുടെ അടുത്ത് വന്ന് കിടക്കുകയാണ്. നമ്മുടെ പ്രവീൺ വന്ന് ഇരുന്ന് അനുമോളോട് സംസാരിക്കുന്നു. അപ്പോൾ നെവിൻ പറയുന്നത്, ഇവിടെ നിറങ്ങിയാലും എനിക്ക് അനുമോളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെയുള്ള പലരുമായിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെക്കില്ല. ഇവിടെയുള്ള ആരെയും വിശ്വസിക്കാൻ പാടില്ല. എല്ലാവരും ചതിയന്മാരാണ് എന്ന്. ഇവിടെ നിന്നും അനുമോളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ ഗെയിം ക്വിറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞ് വോക്ക്ഡ് ഔട്ടായി പോയൊരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ നെവിൻ. ആ നെവിനാണ് ഇപ്പോൾ പറയുന്നത്, ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ഞാൻ അനുമോളുമായി ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുമെന്ന്. എന്തൊരു മാറ്റമാണ് നെവിന് സംഭവിച്ചതെന്ന് വീട്ടിലുള്ളവർക്ക് വരെ ഇപ്പോൾ സംശയമാണ്. ഇന്നലെ പകലും നമ്മുടെ അനുമോളും നെവീനും അമ്മയും കുഞ്ഞുമായിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒന്നിയിലും ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ അനുമോളും നെവീനും തമ്മിൽ നല്ല കമ്പനിയാണ്. അവളെ പുറത്താക്കിയില്ലേ, ഇവിടെ നിന്നും പുറത്തു പോകുമെന്ന് പറഞ്ഞവനല്ലേ ഇവൻ എന്നൊക്കെയാണ് നമ്മുടെ ഒന്നിയിൽ ഇന്നലെ ചോദിച്ചത്. പ്രവീൺ പിന്നെ വന്ന അന്നു മുതൽ തന്നെ അനുമോളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരാൻ, ആ ഒരു ബോണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും കിച്ചൺ ടീമിലായിരുന്നു. ആ സമയത്തും പ്രവീൺ അനുമോളോടൊക്കെ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. കിച്ചണിൽ ആ പ്രശ്നമുണ്ടായി അനുമോളെ കിച്ചണിൽ നിന്നും ഇറക്കി വിട്ട് അനുമോൾ ഒറ്റയ്ക്കിരുന്ന സമയത്തും പ്രവീൺ തന്നെയാണ് പോയി അനുമോളോട് സംസാരിക്കുന്നത്. അങ്ങനെ എന്തായാലും പ്രവീൺ വന്ന അന്ന് മുതൽ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നെവീനുണ്ടായ മാറ്റമാണ് ഒരു മാറ്റം. അതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അനുമോൾക്ക് സപ്പോർട്ടുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാവാം. ഇല്ലെങ്കിൽ പുറത്തുപോയി വന്നതിന് ശേഷം ഗെയിം പ്ലാനുകൾ മാറ്റുമെന്ന് നെവീൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഗെയിം മാറ്റലുമായി ബന്ധപ്പെട്ടാവാം ഈ ഒരു മാറ്റം. എന്താണെന്നറിയില്ല. അനുമോളോട് കൂട്ടുകൂടി അനുമോളുമായി ഇത്ര കമ്പനി ആയി എന്ന് മാത്രമല്ല, നമ്മുടെ ജിസൈലിനോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല നെവീൻ ഇപ്പോൾ. അതിനെക്കുറിച്ച് ജിസൈൽ തന്നെ നേരിട്ട് നെവീനോട് ചോദിച്ചപ്പോൾ നെവീൻ പറഞ്ഞത്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. ആരാണ് ഈ വിഷമൊക്കെ നിന്റെ മനസ്സിൽ കുത്തിവെക്കുന്നത്? ജിസൈലിന് അത്തരത്തിലുള്ള പൊസസീവ്നെസ് ഒന്നും ഇല്ലെന്ന് നമ്മുടെ നെവീൻ അറിയാം. അങ്ങനെ എന്തായാലും നമ്മുടെ നെവീൻ ഇന്നലെ ഒരുപാട് നേരം അനുമോളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, അനുമോളുടെ ബെഡിലൊക്കെ ഇരുന്ന്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഇവിടെ ആരെയും വിശ്വസിക്കേണ്ട, എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. എന്നെയും നിങ്ങൾ വിശ്വസിക്കേണ്ട. നമുക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് വെക്കാം. ഇവിടെ എന്തായാലും ഓപ്പോസിറ്റ് വന്നാൽ ഞാൻ നിനക്കെതിരെയും കളിക്കും. അതുകൊണ്ട് ഇവിടെ വെച്ച ഫ്രണ്ട്ഷിപ്പ് ആരോടും വേണ്ട. ഈ എന്നോടും നിങ്ങൾ ഫ്രണ്ട്സ് ആവണ്ടെന്നാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ അനുമോൾക്ക് ഹൗസിനുള്ളിലും സപ്പോർട്ട് കൂടി വരികയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.